ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നൊരു അടിപൊളി എന്താ പറയാ ഓയിൽ ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കുറുമൻ്റെ റെസിപ്പിയും ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ വേവിച്ച ചോറ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് കാണിക്കുന്നത്. ഈ ഒരു കുറുമയിൽ നമ്മളൊരു തുള്ളി പോലും എണ്ണയോ അല്ലെങ്കിൽ കാഷ്യൂ നട്ട് ക്രീം അങ്ങനത്തെ ഒന്നും വേണ്ട ട്ടോ. അപ്പോൾ ദാ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരിയലും അങ്ങനത്തെ ഒന്നും വേണ്ട. നമ്മളിതാ മുഴുവനായിട്ടാണ് എല്ലാം ഇട്ട് അരക്കാൻ വേണ്ടി പോണത്. എൻ്റെ അടുത്ത് മുഴുവനത്തോടൊക്കെയുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ അരച്ച് വെച്ചതാണ് ഞാൻ എടുത്തത്. പിന്നെ ഒരു കൈപ്പിടിയോളം ഞാനിവിടെ കറിവേപ്പില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസുള്ള ഉള്ളി. വലിയ പീസായിട്ട് അങ്ങ് കട്ട് ചെയ്ത് വെച്ചാണ്, കട്ട് ചെയ്യണമെന്നില്ല. ചോപ്പറിലാണ് ഇടുന്നതെങ്കിൽ മുഴുവനത്തോടൊക്കെ ഇട്ട് കൊടുക്കുക ട്ടോ. പിന്നെ ദാ ഈ 2 മീഡിയം സൈസുള്ള തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും വലിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഞാനിവിടെ മിക്സിയിലാണ് ഇത് അരച്ചെടുക്കുന്നത് ട്ടോ. നിങ്ങളടുത്ത് ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഈ ഒരു വലിപ്പത്തിൽ പോലും അരിയണ്ടില്ല. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചോപ്പറിൽ നമുക്ക് ചോപ്പ് ചെയ്തിട്ടും എടുക്കാം ട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലിനി വെള്ളമൊന്നും ചേർക്കണ്ട. കാരണം തക്കാളിയിലും ഉള്ളിയിലൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ഇട്ട് അരച്ച് മഷി പോലെ പേസ്റ്റ് ആക്കണ്ട. ഒരു ചെറുതായിട്ടൊരു തരിതരിയായിട്ടാണ് നമുക്ക് വേണ്ടി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഏത് കറി ചെമ്പിലാണോ നമ്മൾ കറി ഉണ്ടാക്കുന്നത് ആ ചെമ്പ് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പേസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഒരുപാട് അങ്ങ് മാഷായിട്ടല്ല ഞാൻ അരച്ചത്. ചെറുതായിട്ടൊരു തരിതരിപ്പോട് കൂടിയാണ് ഞാൻ അരച്ചെടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളമൊന്നും ചേർക്കണ്ട. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതിലത്തെ വെള്ളം വറ്റുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ദാ ഈത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം ടൈം എടുക്കും. ഇതൊന്ന് മൂടി വെച്ചാൽ മതി ട്ടോ. തെറിക്കുകയോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോണത്. ഇനിയിപ്പോൾ പൊടികളായിട്ട് ഫസ്റ്റ് എരിവിന് മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതൊക്കെ നിങ്ങളെ എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവരെ 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തത്. അത് കാശ്മീരിയാണ് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ വേണ്ടത് ഗരം മസാലൻ്റെ പൊടിയാണ്, അത് 1 ടീസ്പൂൺ. ഇത്രയാണ് ഇതിലേക്ക് പൊടികൾ വേണ്ടത്. ഇനി ഈ പൊടികൾ നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഒരു 10-15 സെക്കൻഡോളം ഇതൊന്ന് മിക്സാക്കി കൊടുത്താൽ ആ പൊടികൾ നന്നായിട്ടൊന്ന് വാടി വരും കേട്ടോ. അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ പോകും. അതേപോലെ തന്നെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ വെന്തിട്ട് അതിൻ്റെ പച്ച ചൊയയും സ്മെല്ലും എല്ലാം പോയിട്ടുണ്ടാവും കേട്ടോ. ഫുള്ള് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മസാലയും ഈ ഒരു ചിക്കനൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് വരണം. അതേപോലെ തന്നെ ഈ ചിക്കൻ്റെ കളർ ഒന്ന് വെള്ള കളറാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരണം, അതാണ് അതിൻ്റെ അർത്ഥം. നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. ആ ഒരു രീതിയിലിട്ടിട്ട് മിക്സ് ആക്കിയത് അപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. ഈ ഒരു ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ് കേട്ടോ. 2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തത്. അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ്, വല്ലാണ്ട് ലൂസായിട്ടുള്ള പാലല്ല. എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കണമെങ്കിൽ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല. ആ ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ മാത്രമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് മിനിമം ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ അതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, നമ്മൾ ഒഴിച്ച ആ ഒരു ഇതിൻ്റെ പുറമെ ഈ ചിക്കൻ ഇറങ്ങി വരുന്ന കുറച്ചും കൂടെ ഒരു വെള്ളം ഉണ്ടാവും കേട്ടോ. എത്ര വെള്ളം ഇറങ്ങി വന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല കട്ടിക്ക് തന്നെയാണ് ഈ ഒരു കറി ഉണ്ടാവുക. നല്ല ഗ്രേവിയൊക്കെ നല്ല സിൽക്കി സ്മൂത്തി ആയിട്ടൊക്കെ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് കുറച്ചും കൂടെ വേവിക്കുന്നുണ്ട്. ഇപ്പോൾ അതാ ഫുൾ ഞാൻ ഈ പറഞ്ഞ 15 മിനിറ്റോളം ഞാനിവിടെ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ചിക്കൻ കുറുമ ഇവിടെ റെഡിയായിന്. ഈ ഒരു ചിക്കൻ കുറുമയിലേക്ക് നമ്മൾ ഒരു തുള്ളി പോലും എണ്ണൻ്റെ രൂപത്തിലുള്ള ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല. എന്നാലും സൂപ്പർ ടേസ്റ്റിയാണ്, അടിപൊളിയാണ് കേട്ടോ. ഇതിലേക്ക് ക്രീം അണ്ടിപ്പരിപ്പ് ഒന്നും വേണ്ട. ഇനിയിപ്പോൾ അടുത്തത് ഇതിൻ്റെ കൂടെ ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ദോശ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ല. ഞാനിവിടെ പച്ചരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് കുതിർത്തി വെക്കണം കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ കൈകൊണ്ട് പൊടിച്ചാൽ ഇങ്ങനെ പൊടിഞ്ഞ് വരണം. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. അങ്ങനെ ആവണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും മിനിമം നമ്മളിത് കുതിർത്തി വെക്കണം. ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തത്. അപ്പോൾ പച്ചരിയൊക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഒന്ന് കഴുകി കൊണ്ടുവരട്ടെ. ഇപ്പോൾ അതായത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വേവിച്ച ചോറാണ് കേട്ടോ. ഏകദേശം ഒരു കപ്പിൻ്റെ മേലെ ഉണ്ട് ഇത്. നിങ്ങൾ എടുക്കുന്ന നേരം കറക്റ്റ് മെഷർമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പിന് 1 കപ്പ് എന്നുള്ള അളവെടുത്താൽ മതി. 1 കപ്പ് ചോറെടുത്താൽ മതി. ഇനിയിപ്പോൾ അത് 2 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. പകുതി അരി ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പകുതി ചോറും മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല മഷി പോലെ അരയണേ. ഇപ്പോൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി വേറെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഞാൻ അരച്ചിട്ടുണ്ട്. അതും ഇതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര കട്ടി നമുക്ക് ആവശ്യമില്ല, കുറച്ചൊന്ന് ലൂസാക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ
ഇനി ഇതാ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, എനിക്കിഷ്ടമാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ആ ഒരു മിക്സി ഒന്ന് കഴുകുകയും ചെയ്യും, അതേപോലെ തന്നെ ഉപ്പും പഞ്ചസാരയൊക്കെ ആവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇത് ചുടുന്ന സമയത്ത് നമ്മളിത് മിക്സ് ചെയ്താൽ മതി. 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. മിനിമം 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇപ്പോൾ അതാ 1 മണിക്കൂറിന് ശേഷം മാവൊക്കെ അതായത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ലൂസായിരിക്കണം ബാറ്റർ കേട്ടോ. ഒരുപാട് അങ്ങ് കട്ടി ഉണ്ടാവാൻ പാടില്ല, ഇത്രയും ലൂസായിരിക്കണം. നല്ല ലൂസുള്ള മാവാണ് നമുക്ക് വേണ്ടിയത്. അതുപോലെ തന്നെ അത് നല്ല ചൂടായ തവയിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പോൾ അതാ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ചെറിയ ചെറിയ കുട്ടി കുട്ടി ദോശയായിട്ടാണ് ഞാനിവിടെ ചുട്ടെടുക്കുന്നത്. വലുതാക്കിയിട്ട് ചുടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് കാണാൻ കുറച്ചും കൂടെ വീഡിയോ ഒക്കെ ആകുന്ന നേരം ഒരു ഭംഗിയും കൂടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് ചുട്ടെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ആവുകയും ചെയ്യും കേട്ടോ. ഒരു 10-15 സെക്കൻഡൊക്കെ ഒരു ഭാഗം ഒന്ന് വെക്കേണ്ടിയുള്ളൂ. അപ്പോൾ തന്നെ നിറച്ച് കുമിളകൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടാലും ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 10-15 സെക്കൻഡ് മാക്സിമം. അപ്പോഴത്തേക്ക് നമ്മളെ ദോശ ഇവിടെ റെഡിയാവും കേട്ടോ. ഇനിയിപ്പോൾ അത് ഒന്നും കൂടെ ഇടാനുള്ള സ്ഥലമുണ്ട്. എൻ്റെ അടുത്ത് വലിയ തവ ആയതുകൊണ്ട് 4ഉം 5ഉം ഒക്കെ വെച്ചിട്ടാണ് ഞാനിവിടെ ചുട്ടെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോൻ്റെ മുന്നേ ഞാനിട്ട ഒരു പാൽപ്പത്തിരിയും പാൽക്കറിയും എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി നമ്മളൊരു കോയിൻ്റെ വലുപ്പത്തിലുള്ള പത്തിരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ആരോ ഒന്ന് കമൻറ്റ് ഇട്ടിരുന്നു, ഇത് എത്രണ്ണം തിന്നേണ്ടി വരും ഒരാൾക്ക് വയറ് നിറയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എത്രണ്ണം തിന്നേണ്ടി വരും എന്ന് നിങ്ങൾ പരിഹസിച്ച് ചോദിച്ചതാണെങ്കിലും നമ്മൾ ഒരു പത്തിരി ഉണ്ടാക്കുന്ന മെനക്കെട് പോലും ഇല്ല ആ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ കുഴക്കുന്ന പോലെ കുഴച്ച് പരത്തി എല്ലാം അരച്ചെടുത്ത് അങ്ങനെ ഒന്നും ചെയ്യേണ്ടിയില്ല. ഈസിയാണ്. ഒന്ന് ചുട്ടെടുക്കുന്ന സമയം പോലും വേണ്ട. 10-25 എണ്ണം ഞാൻ ഒറ്റയടിക്കാണ് നമ്മൾ ആ ഒരു പാനിൽ ചുട്ടെടുക്കുന്നത്. അപ്പം അത് 25-30 എണ്ണം ഒരാൾ തിന്നാൽ പോലും നമുക്ക് അതിലൊരു പ്രശ്നവുമില്ല, കാരണം അത്ര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു ദോശയും. അപ്പോൾ അതാ ചൂടോടുകൂടി ഞാനെല്ലാം ചുട്ട് ഇതാ കാസറോളിലാക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ചിക്കൻ കറി ഞാനൊന്ന് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറിയിൽ നമ്മൾ എണ്ണയൊന്നും ഇല്ലാണ്ട് വഴറ്റിയെടുക്കാണ്ടാണ് നമ്മൾ ഈ ഒരു കറി വെച്ചതെന്നുള്ളത് കഴിച്ചാലൊന്നും ഒരു ഇതിലും മനസ്സിലാവില്ല കേട്ടോ. അത്രയും ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ട്. നിങ്ങൾക്ക് എണ്ണയൊക്കെ പറ്റാത്ത ആൾക്കാർക്കും എല്ലാം ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളിയാണ്. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ എല്ലാവർക്കും എണ്ണ കുറവന്നാണ് വേണ്ടി. അസുഖമുള്ളവരും നല്ല അല്ലാത്തവരും എണ്ണയൊക്കെ മാക്സിമം കുറയ്ക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ടേസ്റ്റിൻ്റെ ഇത് നോക്കിയിട്ടാണ് നമ്മൾ എണ്ണ വെച്ചിട്ടെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇടയ്ക്ക് വല്ലപ്പോഴും ഉണ്ടാക്കാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്, അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. എണ്ണ ഇല്ല എന്നുള്ളതൊന്നും പറയേ ഇല്ല, അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഉള്ളി ഇതൊക്കെ നന്നായിട്ട് വേവിച്ചിട്ട് തന്നെ ചേർക്കണം. എല്ലാം തിന്നാൽ ഒരു പച്ച ടേസ്റ്റ് വരും. ഇപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യണത് 2-3 പച്ചമുളക് മാത്രം ഇട്ടിട്ടാണ്. ഇതിലിടാത്തൊരു സാധനം എന്ന് പറയുന്നത് നമ്മൾ പച്ചമുളകാണ്. അപ്പോൾ ആ ഒരു പച്ചമുളക് വെച്ചിട്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എന്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. നമ്മൾ സാധാ ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയും അല്ല പത്തിരി, പൊറോട്ട, ചപ്പാത്തി ഇതിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സൈഡ് ഡിഷ് തന്നെയാണ് ഈ ഒരു ചിക്കൻ കറി കേട്ടോ, ചിക്കൻ കുറുമ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. അതേപോലെ തന്നെ ഞാൻ ഇന്ന് കാണിച്ച ദോശയുണ്ടല്ലോ, ദോശ നമ്മളെ വടകര പച്ചരിയും വറ്റും എന്നാണ് ഇതിന് പറയുക കേട്ടോ. പച്ചരിയും വറ്റും എന്ന് പറഞ്ഞാലാണ് ഈ ഒരു ദോശ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ തേങ്ങ നമ്മൾ ചേർക്കൂല, തേങ്ങാപ്പാലോ ചേർക്കൂല. ഇത് വെറും ചോറ് കുറച്ച് കൂടുതൽ ബാക്കിയായാൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു പച്ചരിയും വറ്റും ദോശ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.